വന്നിരിക്കുന്നത് ഇവിടെ വന്ന് ലേസ് കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ വെളുപ്പിന് 4 മണിക്ക് മുമ്പ് തന്നെ കുളിച്ച് റെഡിയായി. ഏകദേശം ഒരു 5 മണിക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെക്കാളൊക്കെ ഉഷാറായിട്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞാളായിരുന്നു. ആൾക്ക് അങ്ങനെ വലിയ ക്ഷീണം ഒന്നും ഉണ്ടായില്ല. ബട്ട് ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ പിന്നെ വണ്ടി നിർത്തി ഞാൻ കണ്ണൂർന്ന് നോക്കിയപ്പോഴേക്കും ഏതോ ഒരു സ്ഥലം, പിന്നെ ഈ ബോർഡ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി തിരുവല്ല ഏതോ ഒരു സ്ഥലത്താണെന്ന്. ആക്ച്വലി ഞങ്ങൾ രാവിലത്തെ ഫുഡ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ഇഷ്യൂല് ഹോട്ടൽസ് ഒക്കെ ഉണ്ടാവോ ഇല്ലയോ ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ എന്തായാലും രാവിലത്തേത് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ബ്ലോഗിൽ ആദ്യമായിട്ടല്ലേ ബർത്ത്ഡേ ബ്ലോഗ് ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പൈനാപ്പിൾ കടകൾ ഇങ്ങനെ വരിയായിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ എന്തായാലും ഒരെണ്ണം ഇറങ്ങി വാങ്ങാന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് വീടുകളുടെ സൈഡിലായിട്ട് പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. ഇപ്പൊ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ് ദർശനത്തിനാണ് പോകാനിരിക്കുന്നത്. ആൻഡ് റൂമൊക്കെ എടുത്തൊന്ന് ഫ്രഷ് ആയിട്ട് എന്തായാലും അമ്പലത്തിലേക്ക് പോകുന്നുള്ളൂ. വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെ ചവിട്ടിക്കേന്ന് ഞങ്ങൾ എല്ലാവരും ഫ്രഷായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഞാനിത് 3ാമത്തെ വട്ടമാണ് ഗുരുവായൂർ വരുന്നത്. അച്ഛനും അമ്മയൊക്കെ കുറെ വട്ടം അല്ലാതെ വന്നിട്ടുണ്ട്. അമ്മ ചുരിദാറ്, ഞങ്ങളുടെ സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഒക്കെ അങ്ങോട്ട് നടന്നാൽ മതി. പൊതുവെ നോക്കുമ്പോൾ ഇന്ന് തിരക്ക് വളരെ കുറവായിരുന്നു. ക്യൂ ഒക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നേരം ക്യൂവിൽ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടുന്നത്. ഇന്ന് എന്തോ ഒരു ലക്കിന് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ദർശനം കിട്ടി. ആൻഡ് ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴേക്കും അവിടെ ദീപാരാധന സമയമായിരുന്നു. സോ കുറേ നേരത്തേക്ക് നമ്മളൊന്നും അകത്ത് കയറ്റത്തില്ല. അപ്പോൾ ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. സോ എന്തോ ലക്കിലും എല്ലാം നമുക്ക് നന്നായിട്ട് തൊടാനും പറ്റി. ഇന്ന് തിരക്കൊക്കെ കുറവായിരുന്നുകൊണ്ട് സോ ഫുള്ളി ഒരു ബ്ലെസ്ഡ് ഫീൽ ആയിരുന്നു. പക്ഷെ ലക്കിക്ക് ഇന്ന് എന്തോ ഒരു ചെറിയ പിണക്കം ഉണ്ടായിരുന്നു ആദ്യം. ബട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾ ഓക്കെ ആയി. ആൾക്ക് ചെറിയൊരു വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഒരു ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കല്യാണം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ മോർണിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ കല്യാണമൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഈവനിങ് ആയതുകൊണ്ടാണ് ഒന്നുമില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മമ്മിയൂർ ക്ഷേത്രം വരുന്നത്. ഏകദേശം ഒരു 500 മീറ്റർ എന്തോ മാറിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അല്ലാതെ വരുന്ന സമയത്തൊക്കെ അവിടെ പോവാറുണ്ട്. പക്ഷെ ഇന്ന് നല്ല രാത്രി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരിടത്തും അങ്ങനെ പോയില്ല. അമ്പലത്തിന്റെ ക്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ബാഗൊക്കെ ചെക്ക് ചെയ്ത് ഫോണൊന്നും നമ്മൾ അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ക്യൂവില് നമ്മൾ കേട്ടത്തുള്ളൂ. ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു ഇവിടെ അമ്പലത്തിനടുത്തുള്ളൊരു കടയിൽ ഞങ്ങൾ കയറി. ഭയങ്കര ചൂട് ചായ എനിക്കങ്ങനെ കുടിക്കാൻ പറ്റില്ല. ഞാനങ്ങനെ കുടിക്കാറില്ല. അതാണ് എവിടെ പോയാലും എൻ്റെ അച്ഛൻ ഇങ്ങനെ പാവ എനിക്ക് തണുപ്പിച്ച് തരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം കയറുന്ന ഒരു കടയാണിത്. ഇവിടെ എത്രയല്ല, ഇതിനകത്തോട്ട് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. വളയ്ക്കൊരു സെക്ഷൻ, മാലയ്ക്കൊരു സെക്ഷൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അലോ വാങ്ങാതെ അങ്ങനെ പോവാറില്ല. ഇത് ഈ അരക്കിലയുടെ കൂടെ ഈ അരക്കിലയുടെ കൂടെ
8-9 കിലോമീറ്റർ മാറിയിട്ട് ഇവിടെ നിന്ന് തന്നെ ദേവസ്വത്തിന്റെ ഹോസ്പിറ്റൽ ഉണ്ട്. ഇവിടെ ദേവസ്വം ബോർഡിന്റെ തന്നെ പാഞ്ചജന്യം റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. തൊട്ടിപ്പുറത്ത് കാണുന്ന ശ്രീവത്സം റെസ്റ്റ് ഹൗസ് ആണ്, അതും ദേവസ്വം ബോർഡിന്റെ ആണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പഴയിടത്തിന്റെ ഹോട്ടൽ വരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു റൂമാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു നൈറ്റ് മാത്രം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. അപ്പൊ സ്റ്റേ ഒക്കെ നോക്കുന്നവർക്ക് എന്തായാലും ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ തന്നെ സ്റ്റേ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ വേറൊരിടത്തും അങ്ങനെ പോയില്ല. ഫൺ ക്ലിപ്സ്. അങ്ങോട്ട് തിരിയും. ഇവിടെ വന്ന് ലേസ് കഴിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് രാത്രി റൂം എടുത്ത് ലേസ് കഴിക്കുകയാണ്. കൊച്ചിന് മരുന്ന് കൊടുക്കാനുണ്ട്. മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞു ഗൈസ്. ലേസ് കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് ഗൈസ്. ഞാൻ വന്നത് ലൈസ് കഴിക്കാനാണ്, അല്ലെങ്കിൽ എനിക്കത് കിട്ടുന്നില്ല. നമ്മളിങ്ങനെ അതെ കാണിച്ച് കൊതിപ്പിച്ചിട്ട് നമ്മൾ തന്നെ കഴിക്കുന്നതായിരിക്കും ഗൈസ്. കൊതിപ്പിച്ച് കടന്നു എനിക്ക് പാവം കിട്ടില്ല. അപ്പൊ ഗൈസ് ഇതിന്റെ പാർട്ട് 2 വീഡിയോ എന്തായാലും ഉണ്ടാവും. സോ എവരിവൺ പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ്.